നമസ്കാരം. ജെൻസി ഓറ ഫാമിംഗ് എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട്, ഒരു പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഈ ഓറ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പ്രഭാവം അയാൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. വന്ന് നിന്നാൽ തന്നെ ഒരു പ്രസൻസ് എന്നൊക്കെ പറയില്ല, നമ്മുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രസൻസാണ്, സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ സിനിമാ സംബന്ധിയായി പറയും. ഒരാൾ വന്ന് നിന്നാൽ തന്നെ ഈ ഓണിങ് ദ റൂം, ഒരു മുറിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന, ചടങ്ങ് നടക്കുന്ന ഒരു വേദിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ശ്രദ്ധയും അയാളിലേക്ക് മാറും എന്നുള്ള തരത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ചിലരുടെ ഒരു പ്രകൃതമുണ്ട്, സ്വഭാവ വിശേഷമുണ്ട്, അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ആളുകളുടെ കാര്യത്തിലാണ് ഈ ജെൻസി ഓറ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ബ്ലോക്ക് ബസ്റ്ററായി ഓടിയ ദുരന്തർ സിനിമയിൽ അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ അക്ഷയ് ഖന്ന ഒരു ഡാൻസ് കളിക്കുന്ന എല്ലാ പ്രേക്ഷകർ റീലായിട്ടുമൊക്കെ കണ്ടു കാണും. അതിനെ ഓറ ഫാമിംഗ് എന്ന് വിളിക്കാറുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ മറ്റാരെയും നാം ശ്രദ്ധിക്കില്ല. അത്തരത്തിലുള്ള ഒരു കാര്യത്തിനാണ് ഓറ ഫാമിംഗ്. ഓറ ഫാമിങ്ങിനെ ഇത്രയും വിശദീകരിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ ചർച്ച നരേന്ദ്രമോദിയുടെ ഓറ ഫാമിംഗ് ആണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് എതിരാളികൾക്ക് പോലും പരസ്യമായി അവർ സമ്മതിച്ചില്ലെങ്കിലും തർക്കമില്ലാത്തൊരു കാര്യമാണ്, ഓറയുടെ കാര്യത്തിൽ, പ്രഭാവത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുവാൻ തൽക്കാലം ലോക നേതാക്കളിൽ തന്നെ ആരുമില്ല എന്നുള്ള കാര്യം. പറഞ്ഞു വന്നത്, നരേന്ദ്രമോദിയുടെ എന്ത് ഓറ ഫാമിംഗ് ആണ് അടുത്തിടെ നടന്നത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു പദപ്രയോഗം നടത്തിയിരുന്നു, ദിമാഗി നക്സൽ. ഈ ദിമാഗി നക്സലുകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇന്നലെ ഞാനും ആർ പിയുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. ആർ പി അത് വളരെ വ്യക്തമായി തന്നെ, ആരെയാണ് ഈ ദിമാഗി നക്സൽ എന്നതുകൊണ്ട് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ ആർ പി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതൊന്ന് കാണുക. വളരെ താല്പര്യജനകമായിട്ടുള്ളൊരു, വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതൊന്ന് തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ ഈ പ്രധാനമന്ത്രി അത്തരത്തിലൊരു പദപ്രയോഗം നടത്തി അദ്ദേഹം അത് കടന്ന് മുന്നോട്ട് പോയി. കാരണം അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇവരെ നേരിടുവാനുള്ള സിവിൽ ഡിഫൻസ് പോലുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി പറഞ്ഞു കഴിഞ്ഞു, ഇനി പ്രവൃത്തിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജോലികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രയോഗം വല്ലാത്തൊരു അസ്വസ്ഥത പലരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പലരും മുന്നിട്ടിറങ്ങി, ഞാനൊരു ദിമാഗി നക്സലാണ്, ഐ എം എ ദിമാഗി നക്സൽ, ഐ എം എ പ്രൗഡ് ദിമാഗി നക്സൽ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്. അതിലൊരാൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരമാണ്. പി ചിദംബരം കോൺഗ്രസ് നേതാവാണ്, രാജ്യത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിവിധ ആരോപണങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് മുതൽ രാജ്യദ്രോഹം വരെയുള്ള ആരോപണങ്ങൾ നിരവധിയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച്. ഭാരതത്തിന് പുറത്ത് റാണ അയ്യൂബ് എന്ന ഒരു സ്വയം പ്രഖ്യാപിത ജേർണലിസ്റ്റാണ്. ഭാരത വിരുദ്ധതയല്ലാതെ മറ്റൊന്നും താൻ കുറിക്കില്ല. ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയാലും ഇന്ത്യ has been so much filled with hatred lately, അല്ലെങ്കിൽ ഇന്ത്യ is filled with so much hatred lately എന്നൊക്കെയുള്ള ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾ മാത്രം അയക്കുന്ന, അതായത് എന്ത് പറഞ്ഞാലും അതിൽ ഭാരതവിരുദ്ധത ഇല്ലാതെ കടന്നു പോകാൻ കഴിയാത്ത അങ്ങനെ ഒരു അസ്കിതയുള്ളൊരു സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകയാണ്. ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. ഒമർ അബ്ദുള്ളയെ തൽക്കാലം കൂട്ടണ്ട. കാരണം ഒമർ അബ്ദുള്ള ദിമാഗി നക്സലാണെന്ന് പറയുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ പൂർണ്ണമായും വന്ദേമാതരം യാതൊരു മടിയുമില്ലാതെ ഇരുകൈയും അടിച്ച്, അല്ലെങ്കിൽ വളരെ മര്യാദയോടുകൂടി നിന്ന് ആലപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒമർ അബ്ദുള്ളയെ തൽക്കാലം ഇതിൽ കൂട്ടണ്ട. പക്ഷെ ഒരുപാട് പേർ ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ ദിമാഗി നക്സലാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതും തന്നെയായിരിക്കും. കാരണം ഒരു പദപ്രയോഗം നടത്തി ആ വിഷജീവികളെല്ലാം ഒത്തുകൂടി ജനങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട് വരിക എന്നുള്ളൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അതെന്തായാലും കൃത്യമായി കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ സാധിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണ് ഈ ദിമാഗി നക്സലുകളായി സ്വയം കാണുന്നത്? ഈ നക്സലിസം എന്ന ഒരു വികലമായ ഭീകരവാദ ആശയത്തെ അനുകൂലിക്കുന്നവരാരായാലും അവരെന്തായാലും രാജ്യസ്നേഹികളായിരിക്കില്ല എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് ഉറപ്പായും മനസ്സിലാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ വെളിപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണോ അദ്ദേഹം അത്തരത്തിലൊരു പദപ്രയോഗം നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റാണ അയ്യൂബിനെയും പി ചിദംബരത്തെയും ഒക്കെ ആ സംഘത്തിൽ കാണുമ്പോൾ, ദിമാഗി നക്സൽ സംഘത്തിൽ ഞങ്ങളാണ് ദിമാഗി നക്സലുകളെന്ന് സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ, ഇവരൊക്കെ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ജനത്തിന് ഒരു
ധാരണ കിട്ടും എന്താണ് ദിമാഗി നക്സൽ എന്നുള്ളത്. സത്യത്തിൽ ഇവരല്ല ദിമാഗി നക്സലുകൾ. അതാരാണെന്നുള്ളത് RP വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ആ ദിമാഗി നക്സലുകളെ പിന്തുണയ്ക്കുന്ന ഇവരുടേതായിട്ടുള്ള ഒരു ഓക്സിലറി സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, ഒരു പിന്തുണ സംവിധാനമാണ്. ആ പിന്തുണ സംവിധാനത്തിലുള്ളവർ ആരൊക്കെയാണ്, അവരേതൊക്കെ പ്രമുഖ മേഖലകളിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഭാരതത്തിലെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. അത് തന്നെയായിരുന്നിരിക്കണം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അത്തരത്തിലൊരു പദപ്രയോഗത്തിലൂടെ. ഇന്നലെ RP പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം, രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തുന്ന പ്രസംഗം എന്തായാലും എക്സ്റ്റംബറായിട്ട് അദ്ദേഹം പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യം വിളിച്ചു പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പുറത്ത് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കൃത്യമായ പദ്ധതികളോടുകൂടി തയ്യാറാക്കപ്പെടുന്നൊരു പ്രസംഗം തന്നെയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും കാണാതെയല്ല ഇത് പറഞ്ഞതെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഫലങ്ങൾ കണ്ടും തുടങ്ങി. ഇനി ഇവർ പുറത്തു വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമോ ദോഷമോ രാജ്യത്തിനുണ്ട് എന്ന് ചോദിച്ചാൽ, ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇവരെ കേൾക്കുന്നവർ, കാണുന്നവരെല്ലാം ഇവരുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ അത് സഹായകരമാകുമെന്നുള്ള ഗുണമുണ്ട് ഭാരതത്തെ സംബന്ധിച്ച്. ദോഷകരമായിട്ടുള്ളൊരു കാര്യം, ഇവരുടെ ഭാഗത്ത് നിന്ന് തുറന്ന ഒരു യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള അടുത്ത ചുവട് കൂടിയായി ഇത് മാറിയേക്കാം. കാരണം ഈ പല കോണിൽ കിടക്കുന്ന ഇവരെല്ലാം ഈ ഒരു ആശയത്തിൻ്റെ പേരിൽ ഒന്നിച്ച് നാളെ രാജ്യത്തിനെതിരെ വാളെടുത്ത് പടപൊരുതുമെന്നല്ല പറയുന്നത്. റാണ അയ്യൂബിനെ പോലുള്ളവർ പുറം രാജ്യങ്ങളിലിരുന്ന് വാഷിങ്ടൺ പോസ്റ്റിലോ, വിദേശ മാധ്യമങ്ങളുണ്ട്, ഭാരതത്തിനോട് എന്നും എതിർപ്പും വെറുപ്പും മാത്രം പ്രകടിപ്പിച്ചിട്ടുള്ള വിദേശ മാധ്യമങ്ങളിൽ എഴുതിയും വീഡിയോകൾ ചെയ്തും ഭാരതത്തിനെതിരെയുള്ളൊരു ആഖ്യാനം സൃഷ്ടിക്കുവാൻ റാണ അയ്യൂബ്മാർ ശ്രമിക്കും. ആ ആഖ്യാനത്തിന് പരമാവധി പ്രചാരം ഭാരതത്തിനുള്ളിൽ നൽകുവാൻ P. ചിദംബരത്തെ പോലുള്ളവരും P. ചിദംബരത്തെ പോലുള്ളവരും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു അൺഹോളി നെക്സസ്, ഒരു അപവിത്രമായിട്ടുള്ളൊരു ബന്ധം റാണ അയ്യൂബും P. ചിദംബരവും തമ്മിലല്ല, ഈ സ്വയം പ്രഖ്യാപിത ദിമാഗി നക്സലുകൾ തമ്മിലുള്ളൊരു കൂട്ടായ്മ, പുതിയൊരു തലത്തിലുള്ള കൂട്ടായ്മ ഉരുവായി വരുവാനുള്ള സാധ്യതയുണ്ട്. അവർ നേരിട്ട് ഭാരതത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു ആഖ്യാന സൃഷ്ടിയിൽ അവരുടെ കഴിവ് വളരെ വലുതാണ്. അവരുടെ പിന്നിലുള്ള ശക്തികൾ വളരെ വലുതാണ്. അവർക്ക് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകളും ഒരു വസ്തുക്കളും റിസോഴ്സസ് എന്ന് പറയുമല്ലോ, അതും വളരെ വലുതാണ്. രാജ്യസ്നേഹികളായ ദേശീയവാദികളായ വ്യക്തികൾക്കും സംവിധാനങ്ങൾക്കും ആ ആഖ്യാനത്തെ പ്രതിരോധിക്കുവാനുള്ള ഒരു കഴിവ് തുലോം കുറവാണ്. കഴിവെന്ന് പറയുന്നത് ഇന്നലെ RP അതും പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് കഴിവുള്ളവരുണ്ട്, അവരത് പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംഘടിതമായൊരു സംവിധാനത്തിൻ്റെ കുറവ് ഇപ്പോഴും ഈ ആഖ്യാന പ്രതിരോധത്തിൽ ദേശീയവാദികളുടെ പക്ഷത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ ഒരു കുറവ് നിലനിൽക്കുന്ന അവസരത്തിലാണ് മറുവശത്ത് ഇത്തരത്തിലുള്ള എല്ലാ വിഷജന്തുക്കളും ഒന്നിച്ചു കൂടി ഒരു പുതിയ സംഘടിത സംവിധാനമായി രാജ്യത്തിനെതിരെ പോരിനിറങ്ങുവാൻ പോകുന്നു. ആ അവസരത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളുടെ പേര് നോക്കി തന്നെ, അതായത് അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ആരാണോ അയാളുടെ പേര് നോക്കി തന്നെ. പക്ഷേ ഇവരുടെ ഒരു വിതരണ ശൃംഖല വെച്ച് നോക്കുമ്പോൾ റാണ അയ്യൂബ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചാൽ P. ചിദംബരം അത് പ്രചരിപ്പിക്കുകയും നിങ്ങൾക്ക് വ്യക്തിപരമായി ഈ ഒരു കൂടാരത്തിലുണ്ട് എന്ന് യാതൊരു തരത്തിലും ഉള്ള അറിവുമില്ലാത്ത ഏതെങ്കിലും ഒരു XYZ പ്രവീണോ സത്യനോ ഒക്കെ ആയിരിക്കും ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഷംസുദ്ദീനോ സുഹൈലോ ഒക്കെ ആയിരിക്കും. ഷംസുദ്ദീനും സുഹൈലും പ്രത്യേക ചില ആഖ്യാനങ്ങൾ മാത്രമേ മുന്നോട്ട് വയ്ക്കുകയുള്ളൂ. കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് വാരിക്കുവാനായിട്ട് ഹിന്ദു നാമധാരികളായ കുട്ടനെയും ചട്ടനെയും പൊട്ടനെയും ഒക്കെ അവർ മുന്നോട്ട് നിർത്തും. ഈ ചട്ടനും പൊട്ടനും എന്നൊക്കെ ഞാൻ വിളിച്ചത് ഒരു ദിവ്യാംഗരെ പരിഹസിച്ചുള്ളതല്ല, മാനസികമായിട്ട് അത്തരത്തിലുള്ള ഒരു വൈകല്യം സ്വയം എടുത്തണിഞ്ഞ വ്യക്തികളെ പരിഹസിച്ചതാണ്. ദിവ്യാംഗരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ഒന്ന് എടുത്തു പറയുകയാണ് ഡിസ്ക്ലൈമറായിട്ട്. ഇനി അതിൻ്റെ പേരിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംവാദം ദയവ് ചെയ്ത് തുടങ്ങി വയ്ക്കരുത്. പ്രധാന വിഷയത്തിൽ തന്നെ നിൽക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെല്ലാം ഒന്നിച്ചു കൂടുകയാണ്. വരും ദിവസങ്ങളിൽ ആഖ്യാന യുദ്ധത്തിൽ വലിയ ആക്രമണങ്ങൾ ഭാരതത്തിന് നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ ഈ വിഷജീവികളുടെ മാളത്തിൽ പുകയിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ മാളങ്ങളിൽ പുകയിട്ട് കഴിഞ്ഞു. അവരെല്ലാവരും പുറത്ത് ചാടിയും കഴിഞ്ഞു. ഇനി അവരുടെ പ്രവൃത്തി എന്താണ്? വെറുതെ അങ്ങ് ഇല്ലാതായി പോവുകയല്ല. ഒരു അവസാന യുദ്ധത്തിന് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തയ്യാറാണോ? അതാണ് ചോദ്യം.
പ്രേക്ഷകർ തയ്യാറാണോ? ഞാൻ തയ്യാറാണോ? ദേശീയവാദികൾ തയ്യാറാണോ? അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചുകൊണ്ട് ഈ വിഷയം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാൻ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.